Hi everyone, this is Abin from Evika. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ എല്ലാ ആപ്പിൾ യൂസേഴ്സും ചെയ്തിരിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് സംസാരിക്കുന്നത്. ഹൗ ടു ഇൻസ്റ്റാൾ എ പ്രോപ്പർ iOS ഇൻ യുവർ ഐഫോൺ. അതെ, കുറേ കൂട്ടുകാർക്ക് ഇപ്പോഴും പ്രശ്നങ്ങൾ വരുന്ന ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ കറക്റ്റ് അപ്ഡേഷൻ എങ്ങനെ ചെയ്യണമെന്ന്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 2 മെത്തേഡുകൾ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുക, കാരണം ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് തന്നെയാണ്. അതോടൊപ്പം ഞാൻ നിങ്ങളെ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ ഇടുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് മാറാൻ പറ്റും. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറേ കൂട്ടുകാരുണ്ട്. സോ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ആദ്യത്തെ മെത്തേഡാണ് ഇൻ ഡിവൈസ് അപ്ഡേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു അപ്ഡേഷൻ നമ്മൾ ഫോണിൽ കൂടെ തന്നെയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജും അഡ്വാൻറ്റേജും നമുക്ക് നോക്കാം. ആദ്യം നമ്മുടെ അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ, നമുക്ക് ഒരു അപ്ഡേഷൻ വരികയാണെങ്കിൽ ഒരു വലിയ ഫയൽ സൈസ് നമുക്കൊരു അപ്ഡേഷന് വരില്ല. നമുക്കറിയാം iOS 16 നിന്ന് iOS 17ലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ വലിയൊരു സൈസ് ഉണ്ടാകും. പക്ഷേ അതിൻ്റെ ഇൻ ബിറ്റ്വീൻ വരുന്ന iOS 17.1, 17.2, ഇനി 17.2.1 എന്നീ പറഞ്ഞ ഒരു അപ്ഡേഷനും നമുക്ക് വലിയ സൈസ്, അതായത് കമ്പ്യൂട്ടറെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത്രയും വലിയൊരു സൈസ് നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് ഒരിക്കലും വരില്ല. കാരണം അത് തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന ഇൻ ഡിവൈസ് അപ്ഡേഷൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അടുത്തൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്ഡേഷൻ ചെയ്യാനായിട്ട് വേറൊരു ഹാർഡ് ഡ്രൈവിൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു കമ്പ്യൂട്ടറിൻ്റെയോ അല്ലെങ്കിൽ വേറൊരു ഫ്രണ്ടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവിൻ്റെയോ ഒരാളുടെ കമ്പ്യൂട്ടറോ നമ്മൾ ചോദിച്ച് നടക്കേണ്ട. നമ്മുടെ ഐഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ആ ഒരു സ്പോട്ടിൽ വൈഫൈ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ സെല്ലർ ഉപയോഗിച്ചുകൊണ്ട് ചെറിയ ചെറിയ അപ്ഡേഷൻസൊക്കെ സ്പോട്ടിൽ തന്നെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ പറഞ്ഞ പ്രോപ്പർ അപ്ഡേഷൻ ഒരിക്കലും നമ്മുടെ ഫോണിൽ കൂടെ കിട്ടില്ല. എന്നും പറഞ്ഞ ഫോണിൽ കൂടെ ചെയ്യുന്ന അപ്ഡേഷൻ തെറ്റാണ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ എവിടെ ഏതൊരു ആപ്പിൾ എന്തൂസിയാസ്റ്റ് ഉണ്ട്, ടെക് എന്തൂസിയാസ്റ്റ് ചോദിച്ചാലും മനസ്സിലാവും. നമ്മൾ പ്രോപ്പറായിട്ട് അപ്ഡേഷൻ ചെയ്യുമ്പോൾ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഇനി ഒരു എന്തൂസിയാസ്റ്റിന് അടുത്ത് പോകണ്ട, ഒരു കംപ്ലൈൻ്റ് ആയിട്ട് ഫോണിന് എന്തെങ്കിലും ഒരു കംപ്ലൈൻ്റ് ആയിട്ട് നിങ്ങളൊരു സർവീസ് സെൻറ്ററിൽ ചെന്നു ആ ഒരു കമ്പ്യൂട്ടറിൽ കുത്തിയിട്ടായിരിക്കും ഈ പറഞ്ഞ അപ്ഡേഷനും ബാക്കി കാര്യങ്ങളും ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ച് നോക്കുക, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ഈ പറഞ്ഞ ഡിവൈസ് ഉണ്ട്, അതായത് നമ്മുടെ ഹാർഡ് ഡ്രൈവ് ആയിട്ടുള്ള കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ മാക്കോ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ വലിയ സൈസ് ഉണ്ടാകും, പക്ഷേ അതിൻ്റെ ഫുൾ ഫ്ലെജ് കാര്യങ്ങളും നമുക്ക് മാറ്റാൻ പറ്റും. ഇനി നമ്മുടെ ഫോണിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അപ്ഡേറ്റ് ആവുന്നത് കുറേ കൂട്ടുകാർക്ക് അറിയില്ല. ഞാനത് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു തട്ടിൽ അല്ലെങ്കിൽ ഒരു ഷെൽഫിൽ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ടെന്ന് കരുതുക. അതിലിപ്പോൾ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഇപ്പോൾ ഫോട്ടോ ഉണ്ട്, ക്യാമറ ഉണ്ട്, ഹെൽത്ത് ഉണ്ട്, സെറ്റിങ്സ് ഉണ്ട്, അങ്ങനെ പല പല സാധനങ്ങൾ ഒരു ഷെൽഫിൽ വെച്ചേക്കാന്ന് കരുതുക. ഈ ഷെൽഫിൽ നമുക്കിപ്പോൾ ഒരു പുതിയ അപ്ഡേഷൻ വന്നു. അപ്പോൾ നമ്മൾ ആ ഒരു അപ്ഡേഷൻ മാത്രം എടുത്ത് ആ ഒരു ഷെൽഫിലേക്ക് വെക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ക്യാമറയിൽ വന്നു, ആ ക്യാമറയിൽ വന്ന അപ്ഡേഷൻ ആ ഒരു ഷെൽഫിലേക്ക് വെച്ചു. ഇനി ഹെൽത്തിൽ വന്നു, ആ ഒരു ഹെൽത്തിലേക്കുള്ള ആ ഒരു ഓപ്ഷൻ എടുത്ത് വെച്ചു. നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കോഡിങ്ങിൻ്റെ ഇടയിലേക്ക് പുതിയ പുതിയ കോഡിങ്ങൾ നമ്മുടെ ഐഫോൺ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഫോണിൽ ചെയ്യുന്ന അപ്ഡേഷനിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു ബഗ്ഗോ മൂട്ടകളോ ഉണ്ടെങ്കിൽ നമ്മളത് കാണണമെന്ന് ഉറപ്പില്ല. പക്ഷേ കുറേയൊക്കെ പോകാം, കുറേയൊന്നും ചിലപ്പോൾ പോവില്ല. അതുകൊണ്ടാണ് നമുക്ക് പുതിയ പുതിയ അപ്ഡേഷൻസ് വന്നിട്ടും നേരത്തെ ഉണ്ടായ ബഗ് ഇപ്പോഴും നിലവിലുണ്ടല്ലോ, അതേപോലെ തന്നെ ഈ ഒരു പ്രശ്നം ഇപ്പോഴും ഉണ്ടല്ലോ എന്ന് പറയുന്നത് ആ ഷെൽഫ് നമ്മൾ പ്രോപ്പറായിട്ട് മാറ്റിയിട്ടില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആ ഒരു അപ്ഡേഷൻ ചെയ്തിട്ടും നമ്മൾ അതിലിരിക്കുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാത്തത് കൊണ്ടാണ് നമുക്ക് ആ ഒരു എക്സിസ്റ്റിംഗ് ബഗ് ഫീൽ ചെയ്യുന്നത്. ഇനി നമ്മുടെ രണ്ടാമത്തെ മെത്തേഡ്, അപ്ഡേറ്റിംഗ് ത്രൂ കമ്പ്യൂട്ടർ. ഈ ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഈ പറയുന്ന കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഐഫോൺ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. നമുക്ക് ഏറ്റവും ആദ്യം ഡിസഡ്വാൻറ്റേജിൽ തുടങ്ങാം. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ഫയൽ സൈസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഇപ്പോൾ ഒരു ഐഫോൺ അപ്ഡേറ്റ് ചെയ്യാൻ നേരം ആ ഒരു IPSW ഫയൽ, നമ്മുടെ ഈ പറയുന്ന സോഫ്റ്റ്വെയറിൻ്റെ ഫയലിന് പറയുന്ന പേരാണ് IPSW ഫയൽ എന്ന് പറയുന്നത്. ഈ ഒരു ഫയൽ നമ്മുടെ ഫോണിൽ നമുക്കൊരു 1 GB 2 GB ആണെങ്കിൽ കമ്പ്യൂട്ടറിൽ ത്രൂ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു 6 GB 8 GB ഒക്കെ വരാനും
ചാൻസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ അത് റെസിസ്റ്റ് ചെയ്യാനുള്ള കാരണം ഈ ഒരു ഫയൽ സൈസ് ചെയ്യാനാണ്. നമ്മൾ നോക്കുമ്പോൾ ദൈവമേ എൻ്റെ ഫോൺ 128 GB ആണ്, ഈ ഒരു അപ്ഡേഷനിൽ 1 GB പോയിക്കണം അല്ലെങ്കിൽ 2 GB പോയിക്കണം കുഴപ്പമില്ല. പക്ഷേ അതിന് പുറകെ ഈ പറഞ്ഞ 6 GB 8 GB ഒക്കെ അപ്ഡേഷന് പോയിക്കുന്നത് അത് ഭയങ്കര സൈസ് വലിക്കും എന്നീ പറഞ്ഞ സെയിം തോട്ട് എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കി കാണുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ അപ്ഡേഷൻ ഫോണിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്ക് മാറിയത്. ഈ പറഞ്ഞ ഫയൽ സൈസാണ് ഏറ്റവും വലിയ വില്ലനായിട്ട് നമ്മുടെ ഡിസഡ്വാൻറ്റേജിൽ വരുന്നത്. ഇനി വരുന്ന ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് വെച്ചാൽ നമുക്കൊരു കമ്പ്യൂട്ടർ തന്നെ വേണം. ഇപ്പോൾ കമ്പ്യൂട്ടറില്ലാത്ത കുറേ കൂട്ടുകാർ നമ്മുടെ കൂടെ ഉണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ ചീത്തയായിട്ട് വേറൊരു കമ്പ്യൂട്ടർ നോക്കുന്ന കുറേ കൂട്ടുകാരുണ്ടാകും. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ വേറൊരു കമ്പ്യൂട്ടറിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ റിലേറ്റീവ്സിൻ്റെ ആരെങ്കിലും ഒരു കമ്പ്യൂട്ടറിന് വേണ്ടി നമ്മൾ പുറകെ കിടന്ന് ചോദിച്ച് ആ ഒരു കമ്പ്യൂട്ടറിൽ iTunes ഇല്ലെങ്കിൽ iTunes ഡൗൺലോഡ് ചെയ്ത് സ്പെക്ക് നോക്കി എന്നീ പറഞ്ഞ കുറേ കാര്യങ്ങൾ അതിൻ്റെ പുറകിൽ തൊല്ലയായിട്ട് കിടപ്പുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങൾക്കൊന്നും ഓടണ്ടല്ലോ, നമ്മുടെ ഫോണിൽ തന്നെ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് ആ ഒരു അപ്ഡേഷൻ നിരസിക്കാറുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഡിസഡ്വാൻറ്റേജസിൽ വരുന്നത്. ഇനി അഡ്വാൻറ്റേജസിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഓൺ ഡിവൈസ് അപ്ഡേഷനിൽ പറഞ്ഞ ആ റാക്കുകൾ നിങ്ങളൊന്ന് തിരിച്ചു കൊണ്ടുവരിക. ഇപ്പോൾ ഫോട്ടോഗ്രാഫി ഉണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫോട്ടോ ഉണ്ട്, ക്യാമറയുണ്ട്, ഹെൽത്ത് ഉണ്ട്, സെറ്റിങ്സ് ഉണ്ട്. ഈ പറഞ്ഞ എല്ലാ ഷെൽഫിലും നമുക്ക് കുറേയധികം സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടാവും. പക്ഷേ കമ്പ്യൂട്ടറിലൂടെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ, ഈ ഓരോ ഷെൽഫിൽ നിന്നും എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റും ആദ്യം. അതായത് നമ്മൾ ഈ പറഞ്ഞ ഫോണിൽ നിന്ന് എടുത്ത് മാറ്റി, ക്യാമറ എടുത്ത് മാറ്റി, സെറ്റിങ്സിനെടുത്ത് മാറ്റി, നമ്മൾ ഈ പറഞ്ഞ ഹെൽത്തിനെടുത്ത് മാറ്റി, എല്ലാം എടുത്ത് മാറ്റി കളഞ്ഞു. അതിനുശേഷം ഓരോന്ന് പുതിയതാണ് നമ്മൾ വെക്കുന്നത്. അല്ലാതെ തന്നെ നമ്മൾ ഓൾറെഡി ഉണ്ടായ ആ ഒരു കോഡിങ്ങിൻ്റെ ഇടയിലേക്ക് ഒരു പുതിയ കോഡിങ് നമ്മൾ ആഡ് ചെയ്യില്ല. ഒരു പ്രോപ്പറായിട്ട് എല്ലാ സ്റ്റാക്സുകളും അല്ലെങ്കിൽ എല്ലാ സാധനങ്ങളും എടുത്ത് കളഞ്ഞ് ഒരു പുതിയ അപ്ഡേഷൻ അല്ലെങ്കിൽ ഒരു ക്ലീൻ അപ്ഡേഷൻ നമ്മുടെ കമ്പ്യൂട്ടർ ത്രൂ ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഇത്രയും വലിയ സൈസ് നമ്മുടെ കമ്പ്യൂട്ടർ ത്രൂ നമുക്ക് ചെയ്യുമ്പോൾ വരുന്നത്. പിന്നെ എല്ലാവർക്കും ഉണ്ടാകുന്ന വേറെ ഡൗട്ടാണ്, എങ്ങനെയാണ് നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഡിവൈസ് അപ്ഡേറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഡിവൈസ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നതിനെക്കാട്ടും തൊട്ട് മുമ്പ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഈ പറഞ്ഞ iTunes ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. iTunes നമ്മുടെ ഈ പറഞ്ഞ വിൻഡോസിൽ 2 സ്പെക്കിൽ കിട്ടും, ഒന്ന് 32 ബിറ്റും 2 64 ബിറ്റും. നിങ്ങളുടെ കമ്പ്യൂട്ടർ ഏത് ബിറ്റാണ് റൺ ചെയ്യുന്നത് കറക്റ്റ് മനസ്സിലാക്കുക. അതിനുശേഷം മാത്രം ഈ പറഞ്ഞ iTunes ഡൗൺലോഡ് ചെയ്യുക. മാക്ബുക്കിലാണെങ്കിൽ ഇൻബിൽഡ് ആയിട്ട് നമ്മുടെ ഫൈൻഡറിലുണ്ടാവും. നമുക്ക് ഇനി പറഞ്ഞ കമ്പ്യൂട്ടറിലേക്ക് ചെന്ന് ഒന്നും കൂടി ഇൻഡെപ്തായിട്ട് നോക്കാം. തുടക്കം തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഈ പറഞ്ഞ ഐഫോൺ കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഈ പറയുന്ന എബിൻസ് ഐഫോൺ എന്ന് കാണിക്കുന്നുണ്ട്. ഈ ഒരു എബിൻസ് ഐഫോൺ നമുക്കിപ്പോൾ സെലക്ട് ചെയ്യാം. എബിൻസ് ഐഫോൺ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മുടെ ഫുൾ ഇൻ്റർഫേസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. എന്തൊക്കെയാണ് നമ്മുടെ iOSൻ്റെ ജനറൽ സെറ്റിങ്സ്, നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ അപ്ഡേഷൻ, നമ്മുടെ സോഫ്റ്റ്വെയർ ഏതാണ് റൺ ചെയ്യുന്നത്, നമ്മുടെ ബാക്കപ്പ്സ് എവിടെയാണ്, അതായത് ബാക്കിയുള്ള ഓപ്ഷൻസും, നമ്മുടെ ഫോട്ടോസ്, ആപ്പ്, ഡോക്യുമെൻറ്റ്സ്, അതർ ഡാറ്റ, നമ്മുടെ ബാക്കി സ്പേസ് എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ടാവും. അവിടെ നമ്മുടെ ഈ പറയുന്ന സോഫ്റ്റ്വെയറിൻ്റെ അവിടെ ചെക്ക് ഫോർ അപ്ഡേഷൻ എന്ന ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. എപ്പോൾ പുതിയ അപ്ഡേഷൻസ് റിലീസ് ചെയ്യുമ്പോൾ മാത്രം. ആ ഒരു അപ്ഡേഷൻ റിലീസ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ടൈം എടുക്കും നമ്മുടെ IPSW ഫയല് നമ്മുടെ മാക്ബുക്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ iTunesൽ വരാനായിട്ട്. ഐഫോൺ റിലീസ് ആകുമ്പോൾ അപ്പോൾ തന്നെ നമ്മുടെ ഐഫോണിലേക്ക് നമുക്ക് വരുന്നതായിരിക്കും. അതായത് നമ്മുടെ ഡിവൈസിൻ്റെ സോഫ്റ്റ്വെയർ ഓപ്ഷൻ നമുക്ക് വരുന്നതായിരിക്കും. നമ്മുടെ iTunes യൂസ് ചെയ്ത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ കുറച്ചധികം ടൈം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിനുശേഷം ചെക്ക് ഫോർ അപ്ഡേഷൻ ടാപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്കിവിടെ ഈ പറയുന്ന കണക്റ്റിംഗ് ഐഫോൺ എന്ന് പറഞ്ഞ ബാക്കി കാര്യങ്ങൾ വരും. ഈ ഒരു കാര്യങ്ങൾ കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മുടെ അപ്ഡേഷൻ കംപ്ലീറ്റ് ആവില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ദിസ് വേർഷൻ ഓഫ് ഐഫോൺ സോഫ്റ്റ്വെയർ 17.0 ഇസ് ദ കറൻറ്റ് വേർഷൻ. അതായത് ഇപ്പോൾ എൻ്റെ iOS 17 തന്നെയാണ് റൺ ചെയ്യുന്നത്. വേറൊരു അപ്ഡേഷൻ വന്നാൽ മാത്രമാണ് എനിക്ക് ആ ഒരു അപ്ഡേഷനിലേക്ക് റൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതേപോലെയാണ് നമ്മുടെ ഈ പറയുന്ന കമ്പ്യൂട്ടർ യൂസ് ചെയ്തുകൊണ്ട്, അത് വെദർ ഇറ്റ്സ് എ മാക്ബുക്ക് ഓർ വിൻഡോസ്, നമ്മുടെ ഈ പറയുന്ന ഐഫോൺ അപ്ഡേറ്റ് ചെയ്യുന്നത് പ്രോപ്പറായ അപ്ഡേഷൻ ചെയ്താൽ മാത്രമാണ് ഒരു ബഗ് ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മിനിമൽ ബഗ്ഗായിട്ടുള്ള ഒരു ഈ പറയുന്ന ക്ലീൻ ആൻഡ് ഫ്രഷ് iOS നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഈ അപ്ഡേഷൻ മാത്രമല്ല, ഏത് അപ്ഡേഷനാണെങ്കിലും നിങ്ങൾ ആ ഒരു കാര്യം വിട്ടുപോകാതെ ചെയ്യണം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. അതോടൊപ്പം ഞാൻ നിങ്ങളെ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൽ ഇരുന്ന ഓരോ പുതിയ ലീക്സ്,
റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റുന്നതാണ്. അതെല്ലാം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ തൊട്ട് താഴ്ത്തെടുത്തേക്കാം. ഗോ ഫോളോ മീ in Instagram too. And thank you so much for watching this whole video. This is Abin Xavier signing from Evika.